അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ പാഠം കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റിയിലേക്ക് കടക്കാണ്. അടുത്ത സോച്ചിയെ ഓർ ബത്തായിയെ. സോച്ചിയെ ഓർ ബത്തായിയെ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥം ഷായിറിനെ നസ്മെ കിൻ കിൻ പരിന്തോ കാ ദിക്ർ കിയാ ഹെ. ഷായിർ അതായത് കവിതയിൽ ഏതൊക്കെ പക്ഷികളെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് അത് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദിൽക്കശ് ചമൻ കിസ്കോ കഹാ ഗയാ ഹേ. എന്തിനെയാണ് ദിൽക്കശ് ചമൻ എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. 3 ഹേ ഫിർദോസ് കാ ഇസ് ചമൻ പർ ഗുമാ ഇസ് മസ്രഅ സെ ക്യാ മുറാദ് ഹേ. ഈ വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഇസ് നസം മേ ഹമാരേ വതൻ കി ക്യാ ക്യാ ഖൂബിയാ ബയാൻ കി ഗയി ഹേ. ഈ കവിതയിൽ നമ്മളെ നാടിന് എന്തെല്ലാം സവിശേഷതകളാണ് ബയാൻ കി ഗയി ഹേ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. 5 ഇസ് നസം കെ ഷായിർ കാ നാം ലിഖിയെ. ഈ കവിയുടെ നാം എഴുതാ, അതായത് കവിയുടെ പേരെന്താണെന്ന് പറയാം. ആറാമത്തത് ഷായിർ ഇസ് നസം മേ ക്യാ പൈഗാം ദേനാ ചാഹ്താ ഹേ. കവി ഈ കവിതയിൽ എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിച്ചത്, അതായത് എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നീച്ചെ ലിഖെ ഹുയെ ലഫ്സോ കോ അപ്നെ ജുംലോ മേ ഇസ്തിമാൽ കീജിയെ. താഴെ കൊടുത്തിട്ടുള്ള ലഫ്ലുകളെ തൻ്റെ അതായത് ജുംലകളിൽ ഉപയോഗിച്ചാലും ദറിയ പഹാഡ് വതൻ മൻസർ ചമൻ സമ ഈ പറഞ്ഞ അക്ഷരം ഇംല ദറസ്റ്റ് കീജിയെ. അതായത് ആ വേർഡ് അടിയിൽ കൊടുത്ത വേർഡ് തെറ്റ് തിരുത്തുക. ദറസ്റ്റ് കർണ പറഞ്ഞാൽ തിരുത്തുക എന്നർത്ഥം. തൊർക്കാരിയാൻ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാ. അടുത്ത് മസ്രയെ മുക്കമ്മൽ കീജിയെ. അടിയിലെ മസ്ര വരികൾ എന്താക്കുക, പൂർത്തിയാക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക് കേട്ടോ. അങ്ങനെ ആക്കുക. അതാണ് എന്തോരു സുഖം. വായിസെ ജം ഓർ ജം സെ വാഹിദ് ബനായിയെ. ജമ്മാണെങ്കിൽ വാഹിദാണെങ്കിൽ ജമ്മാദീൻ ഉണ്ടാക്കിയാലും. ഇതാ കഴിയാൻ പോണ് മസ്റോं को सही तरतीब से लिखकर शेर मुकम्मൽ കീജിയെ. അതായത് ഈ വരികളെ ശരിയായ ഓർഡറാക്കിയിട്ട് ഓർഡറിൽ നിന്ന് എഴുതിയിട്ട് ഷേർ മുക്കമ്മൽ കീജിയെ, എന്താ കവിത പൂർത്തിയാക്കാം. ഇനി എന്താ അംലി കാം എന്ന് പറഞ്ഞാൽ എന്താ എക്സസൈസ്. ഇസ് നസം കോ ജബാനി യാദ് കീജിയെ. അതായത് ഈ കവിതയുടെ ജബാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, അതിൻ്റെ ഒരു ഭാഷാരീതി എന്താ നിങ്ങൾ മനസ്സിലാക്കിയ. യാദ് കർണ എന്ന് പറഞ്ഞാൽ എന്താ ഓർത്തെടുക്കുക. യാദ് കർണ മനഃപ്പാടമാക്കിയാലും, അതായത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാമെന്നർത്ഥം. ഓർ കർണയ്ക്ക് ബാത്ത് അതായത് ചിന്തിക്കാനുള്ള കാര്യം. അതായത് ഈ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതൊന്ന് പറയാം. ഇസ് നസം മേ മേരാ വതൻ കെ ഉൻവാൻ സെ. ഈ കവിതയിലുള്ള മേരാ വതൻ കെ ഉൻവാൻ സെ, മേരാ വതൻ എന്ന ഹെഡിങ്ങിൽ നിന്ന് വതൻ കി അഹ്മിയത്ത് ബയാൻ കി ഗയി ഹേ. നാടിൻ്റെ പ്രാധാന്യത വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ. മേരാ വതനിലെ അതാണല്ലോ എല്ലാം പറഞ്ഞത്. രണ്ടാമത്തെ ഈസ് നസം മേ ഹമാരേ മുൽക്ക് കി ഖൂബിയാൻ. ഈ കവിതയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ മുഖ്തസർ തോർ പർ അതായത് ലഘുവായിട്ട് എന്തായി ബയാൻ കി ഗയി ഹേ എന്താക്കിയിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് എന്താണ്, ഹമാരേ വതൻ കി മുഹബ്ബത്ത്. നമ്മളെ നാടിൻ്റെ സ്നേഹം. ഓർ വതൻ ദോസ്തി എന്ന രാജ്യസ്നേഹം. അതായത് നമ്മളെ നാടിൻ്റെ സ്നേഹത്തിൻ്റെയും പിന്നെന്താ പറയുക രാജ്യസ്നേഹത്തിൻ്റെയും ജദ്ബേക്കോ ആവേശത്തെ നസമ്മെ ഈ കവിതയിൽ ഒരു പരിധിയോളം ഉബാറാകയാഹെ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശരിയല്ലേ. അത് ഒരുപാട് നമ്മളെ നാട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സസൈസിൻ്റെ ഭാഗങ്ങൾ. എല്ലാവരും ശരിക്കും മനസ്സിലാക്കി. ഇത് ഞാൻ ഇപ്പോൾ വായിച്ചു തന്നത് നിങ്ങളും ഇതേപോലെ വായിക്കാനല്ല, ഇതിലെന്താണോ ചെയ്യാൻ കൽപ്പിച്ചത് അതുപോലെ ചെയ്തിട്ട് നോട്ട് പുസ്തകത്തിൽ വളരെ മനോഹരമായി എഴുതിയിട്ട് അതൊക്കെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് പേഴ്സണൽ വേണ്ട, എങ്ങനെയാണോ നമ്മളെ ഗ്രൂപ്പിലേക്ക് തന്നെ അയക്കുക. ആ ഫോട്ടോക്ക് താഴെ നിങ്ങളുടെ പേര് എഴുതുക. ലൈക്ക് വേണ്ട, സബ്സ്ക്രൈബ് വേണ്ട, കമൻറ്റ് വേണ്ട, ഓൺലി വ്യൂസ്. ഓക്കെ, അസ്സലാമു അലൈക്കും.